ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കൊന്നൊരു PYQ നോക്കിയാലോ. നമുക്കത് നമുക്കറിയാം ഇനി വരുന്ന PYQs എല്ലാം തന്നെ എന്താണ് പുതിയ SCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പൊ ഏറെക്കുറെ 5ാം ക്ലാസ് തൊട്ട് നമുക്ക് 10 വരെയുള്ള SCERT ടെക്സ്റ്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എന്താണ് PSCക്ക് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഏത് നഗരത്തെയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേ പദ്ധതി ബന്ധിപ്പിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി അല്ലെ. നമുക്ക് 4 കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ അല്ലെ, അതുമായിട്ട് ഹൈവേ പദ്ധതിയുമായിട്ട് ബന്ധിപ്പിക്കാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്, ഹൈദരാബാദ് അല്ലെ, ഹൈദരാബാദ്. ഇനി എന്താണ് ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്, ഹൈവേ പദ്ധതി എന്ന് പറയുന്നത്? അതായത് നമുക്ക് വേറൊരു പേരിലും പക്കാ മലയാളത്തിൽ പറയുകയാണ് സുവർണ ചതുഷ്കോണം അല്ലെ, സുവർണ ചതുഷ്കോണം എന്ന് പറയാം. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ, GQ എന്ന് നമുക്ക് ഷോർട്ടായിട്ട് വിളിക്കാം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പദ്ധതികളിൽ ഒന്നാണ് നമുക്ക് ഈ GQ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ 4 പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഈ പോയിന്റ് ഇവിടെ ഓർത്തു വെക്കണം. പ്രധാനപ്പെട്ട 4 മെട്രോ നഗരങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി അല്ലെ, നോർത്ത്. ഇനി കൊൽക്കത്ത കിഴക്ക്, ചെന്നൈ തെക്ക്, മുംബൈ പടിഞ്ഞാറ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 മെട്രോ നഗരങ്ങളെയാണ് ഈ GQ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ അത് ഓർത്തു വെക്കണം. ഏതൊക്കെയാണ്? അതായത് ഡൽഹി നോർത്ത് ഭാഗം നോക്കുക, കൊൽക്കത്ത കിഴക്ക് ഭാഗം അല്ലെ. ഇന്ത്യയുടെ ആ ഒരു മാപ്പ് ഇങ്ങനെ ഒന്ന് ഓർത്താ വെച്ചാൽ മതി. ഓക്കെ, ഇന്ത്യയുടെ ആ ഒരു മാപ്പ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇങ്ങനെയൊന്നും അല്ല. ഓക്കെ, ഇത് ഡൽഹി നോർത്ത് ഭാഗം അല്ലെ, ഡൽഹി. ദെൻ ഏതാണ്? കൊൽക്കത്ത. ദെൻ ചെന്നൈ. ദെൻ നെക്സ്റ്റ് മുംബൈ അല്ലെ, മുംബൈ. അപ്പൊ ഇതിങ്ങനെ ഒരു ലിങ്ക് അല്ലെ, അങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് ഇവിടെ വരും. അപ്പൊ ഡൽഹി വടക്ക്, കൊൽക്കത്ത കിഴക്ക്, ചെന്നൈ തെക്ക്, മുംബൈ പടിഞ്ഞാറ്. അപ്പൊ ഇവിടെ ഈ പദ്ധതിയില് ഈ പദ്ധതിയിലെ GQയിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായിക, കാർഷിക, സാംസ്കാരിക കേന്ദ്രങ്ങളാണ് നമുക്ക് ഈ ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ എന്നൊക്കെ പറയുന്നത് മെട്രോ സിറ്റീസ് ആണ് അല്ലെ. അപ്പൊ ഇവരെ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഗതാഗതം, ഈ നഗരങ്ങൾ തമ്മിലുള്ള ഗതാഗതം വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ത് വരുന്നത്? ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ വരുന്നത്. അപ്പൊ ഓർത്തു വയ്ക്കുക, സുവർണ ചതുഷ്കോണം അല്ലെ, സുവർണ ചതുഷ്കോണം എന്ന് മലയാളത്തിൽ ഓർത്തു വയ്ക്കുക. ഇനി ഇവിടെ ഹൈദരാബാദ് എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമല്ല? ഈ സുവർണ ചതുഷ്കോണത്തിന്റെ ഭാഗമല്ല. അത് ഏതിന്റെ ഭാഗമാണെന്ന് പറയാം. ഇനി എന്നിരുന്നാലും ഹൈദരാബാദ് ദേശീയ പാതാ ശൃംഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇടനാഴിയുണ്ട്. അതായത് വടക്ക് തെക്ക് ഇടനാഴി, അതായത് നോർത്ത് സൗത്ത് കോറിഡോർ, ശ്രീനഗറിനെയും കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം, അതിന്റെ ഭാഗമാണ് ഈ ഹൈദരാബാദ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്തു വയ്ക്കണം. ഇനി അപ്പൊ റോഡ് ശൃംഖല എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും പഠിച്ചതിൽ നമുക്കിത് എങ്ങനെ കിട്ടും? ഇത് പക്ക SCERT ടെക്സ്റ്റിൽ നിന്നുള്ളതാണ്. 5ാം ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ട് 7ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഈ ഇത് കിട്ടുന്നത്, അതായത് ഗതാഗത ശൃംഖലകൾ. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതെല്ലാം എവിടെ നിന്ന്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാ വന്നതെന്ന് ആദ്യം തന്നെ പഠിക്കണം. അതായത് നമുക്ക് 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ, 7th ചാപ്റ്റർ, സെക്കൻഡ് പാർട്ടിൽ കിടക്കുന്ന 7th ചാപ്റ്റർ, ഗതാഗത ആശയവിനിമയ സംവിധാനം. ഗതാഗത ആശയവിനിമയ സംവിധാനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കാം. ഇവിടെ നമ്മള് മക് ആദം റോഡുകളെ പറ്റി പറയുന്നുണ്ട്. എന്താണ് മക് ആദം റോഡുകൾ എന്ന് പറയുന്നത്? അതായത് 1820 ഈ ഡേറ്റുകൾ ഓർത്തു വയ്ക്കണം. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മാക് ആദമാണ് ആധുനിക റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണ ശൃംഖലയ്ക്ക് തുടക്കം കുറിച്ചു. അവിടെ നമുക്ക് കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകളെയാണ് മക് ആദം റോഡുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് പക്ക SCERTയിൽ ഒരു കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പൊ എന്താണ് മക് ആദം റോഡുകൾ? ഇവിടെ ഡേറ്റ് പഠിക്കണം, ആരാണ് കൊണ്ടുവന്നതെന്ന് പഠിക്കണം. ഡേറ്റ് എന്നാണ്? 1820. ആരാണ്? സ്കോട്ടിഷ് എഞ്ചിനീയർ ആയിട്ടുള്ള JL മക് ആദമാണ് ആധുനിക രീതിയിൽ ഈ റോഡ് നിർമ്മാണത്തിന് തുടക്കം. അതായത് കരിങ്കൽ കഷ്ണങ്ങളൊക്കെ നിരത്തി നമുക്ക് ഈ റോഡ് റോളർ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകൾ, ഇതിനെയാണ് മക് ആദം റോഡുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇതിവിടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ, 2 പ്രധാനപ്പെട്ട ഹൈവേ ആണ്. സുവർണ ചതുഷ്കോണം അല്ലെ, അത് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. നെക്സ്റ്റ് വടക്ക് തെക്ക് ഇടനാഴി, നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ,
ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാത ശൃംഖലയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സുവർണ ചതുഷ്കോണം, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. ഇനി അത് ഏതൊക്കെ നഗരങ്ങളെയാണ്? ഡൽഹി അല്ലെ, ഡൽഹി. ഇനി ദെൻ നെക്സ്റ്റ് കൊൽക്കട്ട, ഈസ്റ്റ് ഭാഗത്ത് കൊൽക്കട്ട, കിഴക്ക് ഭാഗം അല്ലെ, കിഴക്ക്. ഇതെന്താണ്? വടക്ക് ഭാഗം. ഇനി ദെൻ നെക്സ്റ്റ് വരുന്ന എന്താണ്? മുംബൈ, മുംബൈ, മുംബൈ പടിഞ്ഞാറ് അല്ലെ, പടിഞ്ഞാറ്. ഇനി ദെൻ നെക്സ്റ്റ് എന്താണ്? ചെന്നൈ, ചെന്നൈ തെക്ക്. അപ്പൊ ഇങ്ങനെ ഒരു ത്രികോണം അല്ലെ, ഒരു ത്രികോണ മാതൃകയിലാണ്. അപ്പോ ഇങ്ങനെ എന്താണ്? ഡൽഹി അല്ലെ വടക്ക് ഭാഗത്തെയും കിഴക്ക് കൊൽക്കത്തയും അതുകൂടാതെ തെക്ക് ചെന്നൈയും അതുകൂടാതെ മുംബൈ അല്ലെ പടിഞ്ഞാറ് മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു റോഡ് ശൃംഖല അല്ലെ, ദേശീയ പാത, അതിനെയാണ് നമ്മള് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ, സുവർണ ചതുഷ്കോണം എന്ന് വിളിക്കുന്നത്. അപ്പൊ 12 സംസ്ഥാനങ്ങളിലൂടെ ഈ പാത കടന്നു പോകുന്നു. ആ പോയിന്റ് ഇവിടെ ഓർത്ത് വയ്ക്കണം. മെയിൻ ആയിട്ടുള്ള മെട്രോ നഗരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ അല്ലെ. അതിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. ആ ഒരു റൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും, അതായത് നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. അതെന്താണ്? വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിക്കുന്നു. അതായത് വടക്ക് തെക്ക് അല്ലെ, തെക്ക്. ഇവിടെ എന്താണ്? ഇവിടെ ശ്രീനഗർ അതുകൂടാതെ കന്യാകുമാരി അല്ലെ, കന്യാകുമാരി. ഇനി ദെൻ നെക്സ്റ്റ് എന്താണ്? കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെയും പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു. ഇത് സിൽച്ചാർ അല്ലെ, സിൽച്ചാർ. ദെൻ പോർബന്ദർ ഗുജറാത്തിലാണ് അല്ലെ, പടിഞ്ഞാറ് കിഴക്ക്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കാം. ഏതൊക്കെയാണ്? വടക്ക് തെക്ക് എന്ന് പറയുമ്പോ നോർത്ത് ഭാഗം അല്ലെ, നോർത്ത് ഭാഗം എവിടെയാണ്? ശ്രീനഗർ അല്ലെ, ജമ്മു കാശ്മീർ ആ ഒരു ഭാഗം അല്ലെ, ശ്രീനഗർ. അവിടെ തൊട്ട് തമിഴ്നാട്ടിലെ കന്യാകുമാരി, അതാണ് വടക്ക് തെക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കിഴക്ക് പടിഞ്ഞാറ്. കിഴക്ക് എന്ന് പറയുന്നത് എവിടെയാണ്? സിൽച്ചാറിനെയും ഗുജറാത്തിലെ പോർബന്ദർ, പടിഞ്ഞാറുള്ള പോർബന്ദറിനെയും ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് വടക്ക് തെക്ക് കോറിഡോറും അതുകൂടാതെ കിഴക്ക് പടിഞ്ഞാറ് കോറിഡോറും. അത് ഓർത്ത് വെക്കുക. ഇനി അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹൈവേകളാണ് 2 സുവർണ ചതുഷ്കോണവും വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. ഇത് ഏതൊക്കെ മെട്രോ നഗരങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്താണ് പോകുന്നത്? എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പാത പോകുന്നത്? ഇനി ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതെല്ലാം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്താണ്? ഇവിടെ സർക്കാർ സർവീസിലേക്ക് കയറാനായിട്ട് ഒട്ടനവധി ഡ്രൈവർ ബേസ് ചെയ്തിട്ടുള്ള ഒട്ടനവധി എക്സാംസുകൾ ഇനി വരാൻ കിടക്കുന്നു. അപ്പൊ ഇവിടെ ഫയർമാൻ ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ, അതുകൂടാതെ ഫോറസ്റ്റ് ഡ്രൈവർ, CPO ഡ്രൈവർ, എക്സ് സർവീസ്മാൻ, അങ്ങനെ ഒത്തിരി എക്സാംസുകൾ നമുക്ക് എന്താണ് തുടങ്ങേണ്ട സമയം അല്ല, അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയം അടുത്തിരിക്കുന്നു. അപ്പൊ അതിനായിട്ട് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് ഒരു റെക്കോർഡ് ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകളും PDF നോട്ട്സുകളും ഇത് എക്സാംസ് അടക്കമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വീക്കിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. ഒരു മെന്ററിന്റെ സപ്പോർട്ട് കൂടി തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് വീക്കിലി ലൈവ് ക്ലാസ്സുകൾ പ്ലസ് വീക്കിലി എക്സാംസുകളും ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 8590202323 ആണ് നമ്പർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.